പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ 25 ശനി. പുറപ്പാട് പുസ്തകം 32 അധ്യായം 32 വാക്യം. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ച് കളയണമേ. ഇന്നത്തെ വചനത്തിൽ മോശ ദൈവത്തോട് ചെയ്യുന്ന ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നാം അത്ഭുതപ്പെടാതെ ഇരിക്കുവാനാകില്ല. അവരുടെ പാപം നീ ക്ഷമിക്കുമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്നെ മായിച്ചു കളക. ഇത് ഒരു സാധാരണ പ്രാർത്ഥനയല്ല, മറ്റുള്ളവർക്കായി സ്വയം അർപ്പിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ നിലവിളിയാണ്. വചനം പറയുന്നു, മറ്റുള്ളവർക്കായി നിൽക്കുന്ന ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തതാണ്. മോശ തന്റെ ജനങ്ങളുടെ തെറ്റുകൾ കണ്ടപ്പോൾ അവരെ കുറ്റപ്പെടുത്താനോ ഉപേക്ഷിക്കുവാനോ ശ്രമിക്കുന്നില്ല, മറിച്ച് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലകൊള്ളുകയും സ്വന്തം രക്ഷ പോലും ത്യജിക്കാൻ തയ്യാറായ ഒരു നേതാവിനെ മോശയിൽ കാണും. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ രൂപമെന്ന് പറയുവാൻ സാധിക്കും. ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി കരയുന്ന ഹൃദയം ദൈവത്തിനുള്ള ഏറ്റവും മനോഹരമായ യാഗമാണ് എന്ന സത്യമാണ്. അതുപോലെ നമ്മുടെ സഹോദരൻ്റെ വേദന നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമാകുമ്പോൾ നാം യഥാർത്ഥ ക്രൈസ്തവരായിത്തീരും. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ മാത്രം നമ്മെ ചുറ്റിപ്പറ്റിയല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെയും സ്പർശിക്കുവാൻ ഇടയായിത്തീരണം. മോശയുടെ ഈ ഇടപെടൽ നമ്മെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വാക്കുകളിലേക്ക് നയിക്കുകയാണ്. ക്രിസ്തു പറഞ്ഞു, അവരോട് ക്ഷമിക്കണമേ, കാരണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. മോശ മറ്റുള്ളവർക്കായി തൻ്റെ പേർ പുസ്തകത്തിൽ നിന്ന് മായിക്കാൻ തയ്യാറായി. എന്നാൽ യേശു നമ്മളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ തൻ്റെ ജീവനെ തന്നെയാണ് അർപ്പിച്ചത്. ഇതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അനുഭവം. ഇപ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? നാം അവരെ വിധിക്കുകയാണോ, അതോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? നമ്മുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഹൃദയം മാറ്റം സൃഷ്ടിക്കുന്ന ഹൃദയമാണ്. മറ്റുള്ളവർക്കായി നിൽക്കുക എന്നതാണ് ക്രിസ്തീയ വിശ്വാസിക്കുണ്ടാകേണ്ട ഹൃദയത്തിൻ്റെ അനുഭവം. ത്യാഗമില്ലാതെ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ലല്ലോ. ഒരു അമ്മയുടെ ഹൃദയം ചിന്തിച്ചു നോക്കൂ. തൻ്റെ കുഞ്ഞ് തെറ്റുകൾ ചെയ്താലും അവൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് കണ്ണുനീർ കൊണ്ട് പ്രാർത്ഥിച്ച് അവൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ദൈവം നമ്മെ ഉപേക്ഷിക്കാത്തത് പോലെ നാം മറ്റുള്ളവർക്കായി നിൽക്കുന്നവരായി തീരണം. പ്രിയമുള്ളവരെ, മോശയുടെ ഈ പ്രാർത്ഥന നമ്മെ ഒരു വലിയ വിളിയിലേക്ക് ക്ഷണിക്കുന്നു, മറ്റുള്ളവർക്കായി ഇടപെടുന്ന ഒരു ജീവിതത്തിലേക്ക്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥതയിൽ നിന്ന് ഉയർന്ന് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി ഉയരേണ്ടതുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മോശയെപ്പോലെ ഒരു ഇടപെടലിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ അവരെ വിധിക്കാതെ അവർക്ക് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്വാർത്ഥത മാറ്റി സ്നേഹവും ത്യാഗവും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ മാതൃകയിൽ മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.